നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഓഡിയോസിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 7.1 ആംപ്ലിഫയർ ആണ് ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ആംപ്ലിഫയർ ആണ്. നമ്മളിപ്പോൾ ഈ മോഡല് ഈ വീഡിയോ കൂടെ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതിന്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാ. ഫുള്ള് നമ്മളൊരു മാറ്റില് ഗ്ലാസ് ടൈപ്പിലാണ് നമ്മൾ ഈ അക്രലിക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ നെയിം നമ്മളിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് കൺട്രോളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഡോൾബി DTS ആംപ്ലിഫയർ ആണ്. അപ്പം നമ്മൾ ഈ ഒരു മോഡല് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനു മുന്നേ നമ്മൾ കുറേ മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആംപ്ലിഫയറിന്റെ ടോട്ടലായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു മാസ്റ്റർ കൺട്രോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോൾ നമ്മൾ ആദ്യം ഇവിടെ മാസ്റ്റർ വെച്ചതാണ്. അതിനുശേഷം നമ്മളത് റിമൂവ് ചെയ്തു. ഇപ്പൊ നമ്മളിതിൽ കൺട്രോൾ ഒന്നും തന്നെ വെച്ചിട്ടില്ല. നമ്മളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കൺട്രോൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ട് നമ്മുടെ നെയിമും ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബേസ്, ട്രിബിള്, അതേപോലെ തന്നെ ഇതിലായിട്ടാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഈ എൻകോഡർ എന്ന് എഴുതി കൊടുത്താണ് നമ്മൾ സബ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയൊരു പ്രിന്റിങ് മിസ്സിങ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് കസ്റ്റമറായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഇത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഇതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സബ് എന്ന് പറഞ്ഞ ഇവിടെയാണ് പ്രിന്റ് വന്നത്. ശരിക്കും നമ്മൾ പാനൽ അടിക്കാൻ കൊടുത്തപ്പോൾ ഇവിടെ എൻകോഡറും ഇതിൽ സബ്ബാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ചെറിയൊരു മിസ്സിങ് പറ്റിയാണ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ സബ്ബും ഇവിടെ ഫ്രീക്വൻസിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് USB ഇൻപുട്ട് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. ആംപ്ലിഫയറിന്റെ ടോട്ടലായിട്ടുള്ള ബാക്ക് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇതിൽ നമ്മൾ ബാക്കിൽ നമ്മളൊരു അക്രലിക് ചെയ്തിട്ടുണ്ട്. അതിലിവിടെ നമ്മൾ ഒരു 3 പിൻ AC കോഡ് വരുന്ന രീതിയിലാണ് പവർ സപ്ലൈ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഫ്യൂസ് വരുന്നത്. പിന്നെ ഇതിലൊരു കൂളർ ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ സ്പീക്കർ ഔട്ട്പുട്ടുകളൊക്കെ വരുന്നത്. സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ ഇതിൽ 7.1 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 2 റിയറും കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻറ്റർ, പിന്നെ ഒരു സബ്. ഇതിലൊരു സബ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ളതാണ്. ഇൻ കേസ് വല്ല ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡ് കൂടി കയറ്റി കഴിഞ്ഞാൽ ഡബിൾ സബുള്ള ആകുമ്പോഴായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ 3 HDMI ഇൻപുട്ട്, ഒരു HDMI ഔട്ട്പുട്ട്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ARC ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒപ്റ്റിക്കൽ കോയാക്സിൽ, പിന്നെ ഒരു ഓക്സ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു ഗോൾഡൻ ബുഷാണ് നമ്മൾ ഈ ആംപ്ലിഫയറിന്റെ ബോട്ടം ബുഷായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ ടോട്ടൽ ഇൻസൈഡ് വ്യൂ, അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ്, കമ്പോണന്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ടോട്ടൽ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ആംപ്ലിഫയറിൽ നമ്മൾ നമ്മുടെ പവർ സപ്ലൈ തൊട്ടാണ് നമുക്ക് തുടങ്ങാം. നമ്മളിതിലൊരു 4 ഇഞ്ച് കോറിൽ ടൈപ്പ് 16 ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ്. മാക്സിമം ആംബിയർ നമുക്കൊരു 20 ആംബിയറിന് മുകളിലാണ് നമ്മളിത് വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കൊരു 25 ആംബിയറിന്റെ കണക്കിലാണ് നമ്മളിതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മൾ 2 പവർ സപ്ലൈ ആയിട്ട് പിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു പവർ സപ്ലൈ വന്നിട്ട് നമ്മൾ ചാനലിനും, ഒരു പവർ സപ്ലൈ വന്നിട്ട് നമ്മൾ സബിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചാനലിന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളൊരു ട്രാൻസ്ഫർ ബോർഡാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പവർ ട്രിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പവർ ആംപ്ലിഫയർ ആണ്. ഈ ബോർഡ് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഇതിലേക്ക് മാറ്റി കൊണ്ടുവന്ന ഒരു ബോർഡാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫർ ഒക്കെ 19435200 ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ങും നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഒരു ചാനല് 100 വാട്ട്സ് ആണ് ഇതിന്റെ മാക്സിമം RMS പവർ. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോൾട്ടേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം കുറച്ച് ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ് തന്നെ നമ്മൾ ഇതിന് കൊടുത്തത്. ഓരോ ചാനലിലും നമുക്ക് 100 വാട്ട്സ് വീതമാണ് നമുക്ക് ഇതൊന്ന് ലോഡ് കിട്ടാം. പിന്നെ നമ്മൾ അടുത്ത പവർ ആമ്പായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ കുമാറിന്റെ തണ്ടർമോണയാണ് നമ്മൾ ഇതിൽ സബായിട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 300 വാട്ട് തൊട്ട് 350 വാട്ട്സ് വരയ്ക്കും മാക്സിമം ഔട്ട്പുട്ടുള്ള ഒരു പവർ ആംപ്ലിഫയർ ആണ് ഈ ഒരു മോഡൽ.
അപ്പൊ ഇതിൽ നമ്മുടെ കസ്റ്റമർ വന്നിട്ട് JBLന്റെ സബ് ഓഫറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 2 ചാനൽ നമ്മൾ എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ചാനൽ വന്നിട്ട് നമ്മുടെ 7 ചാനൽ, അതായത് 7.1 ആയിട്ടാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലത്തെ 2 ചാനലായിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഈ ലാസ്റ്റത്തെ 2 ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിന്റെ ബാക്കിയോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ അതേ ചാനൽ തന്നെ കൊടുത്തിട്ടല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനൊരു ഓഡിയോ സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടിനെയും ബാക്കിനെയും മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഔട്ട്പുട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എടുത്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സ്പീക്കറിന്റെയും സറൗണ്ട് സ്പീക്കറിന്റെയും നടുവിലായിട്ടാണ് ഇതിലെ 2 ചാനൽ വരാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഒരു പ്രൊളജിക് പോലത്തെ ഒരു ഔട്ട്പുട്ടല്ല, നല്ലൊരു വൃത്തിയുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്കിത് നിന്ന് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ ഒരു ഗെയിനർ ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ ആ സർക്യൂട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 2 ചാനല് ഫ്രണ്ടും അതുപോലെ 2 സറൗണ്ടും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് ഒറ്റ ഔട്ട്പുട്ടാക്കി 2 ചാനലിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഔട്ട്പുട്ടാക്കി നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഈ ഒരു സർക്യൂട്ട് വഴിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ സെൻറ്ററും സറൗണ്ട് ലെഫ്റ്റ് റൈറ്റും ഇതിനകത്ത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ BT ബോർഡ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാസ്റ്റബിൾ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള ചാനലിനെ വിട്ടിട്ട് ഫ്രണ്ട് ചാനലിൽ നല്ലൊരു ഔട്ട്പുട്ട് പുറത്തേക്ക് വരും. അപ്പം ആ ഒരു ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഗെയിൻ സ്റ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗെയിൻ മാത്രമല്ല, ഗെയിനും ബഫറും കൂടി വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതിനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റാക്കി പ്രീസെറ്റൊക്കെ കറക്റ്റ് അലൈൻ ചെയ്ത് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റിമോട്ട് ഹീറ്റിനായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിനായിട്ട് ഒരു സർക്യൂട്ട് ബോർഡ് നമ്മളിവിടെ ഡോട്ട് ബോർഡ് നമ്മൾ ചെയ്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബേസ് ട്രബിൾ, സബ് ഫിൽറ്റർ, സബ് ഫ്ലാറ്റ് ഫിൽറ്റർ, അതുപോലെ സബ് സോണിക് ഫിൽറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ബോർഡാണ്. അപ്പോൾ ഇത് ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തി. ഇതിലിപ്പോൾ വീണ്ടും പുതിയൊരു അപ്ഡേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഓഡിയോനെ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബിൻ്റെ ഇതിലല്ല, ലെഫ്റ്റ് റൈറ്റിലാണ് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ ഇവിടെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പവർ സപ്ലൈ മെയിനായിട്ട് ഫസ്റ്റ് ഇൻപുട്ട് ചെയ്യണത് ഈ സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ടെമ്പറേച്ചർ കൺട്രോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 ഫാൻ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 ഫാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഫാൻ വന്നിട്ട് നമ്മുടെ സബിന്റെ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഫാൻ റൺ ചെയ്യുക. അതേപോലെ തന്നെ ഈ പവർ ആമ്പിന്റെ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഈ 2 ഫാനും റൺ ചെയ്യുക. അപ്പൊ ഇതുവഴി എയർ ഇന്നായിട്ട് ഇതുവഴി എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 7.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അൾട്രാ ഡിജിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടൈം ഡിലേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തി ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ടോട്ടലി ഇന്റീരിയർ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G-Techന്റെ കളർ കിറ്റാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഡോൾബി DTS ഒക്കെ വർക്ക് ചെയ്യണ നല്ല അടിപൊളി കിറ്റാണ്. ഓഡിയോ ക്ലാരിറ്റി ഒന്നും പറയാനില്ല, നല്ല ഔട്ട്പുട്ടുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഗെയിൻ സ്റ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നത് ഗെയിൻ കുറവാണ്. ഗെയിൻ കുറവായിട്ടല്ല കേട്ടോ ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു BT ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഇട്ടത്. കാരണം ഈ BT ബോർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് മാച്ചായിട്ട് ബാക്കി ചാനലിനും കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ കിറ്റിന് നല്ല ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഗെയിനും ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്താലും മതി. നേരിട്ട് നമുക്ക് കൊടുക്കാം, യാതൊരു കുഴപ്പ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് വീഡിയോ സപ്പോർട്ടഡ് ആണ്. അതായത് നമുക്ക് AVR-ലൊക്കെ ഉള്ള പോലെ HDMI വഴി ഓഡിയോയും വീഡിയോയും ഇതിൽ പ്ലേ ആവും. ഇപ്പം ഇതിൽ 3 HDMI ഇൻപുട്ട് ഉണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് ബോക്സോ ഫയർ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ബോക്സോ ഏതാണെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് HDMI ഇതിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ HDMI ഔട്ട് എടുത്തിട്ട് നമ്മൾ പ്രൊജക്ടറോ TVയിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇതുവഴി തന്നെ ഓഡിയോ വീഡിയോ ഒക്കെ എടുക്കും. അതേപോലെ തന്നെ ഡോൾബി DTSൽ അടിപൊളിയായിട്ട് തന്നെ സപ്പോർട്ടാവും. പിന്നെ ഇതിൽ ബേസ് ട്രബിൾ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ബേസ് ട്രബിൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പ്രൊലോജിക്കിന്റെ ഒരു പരിപാടിയും 5.1 പ്രൊലോജിക് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഇല്ല. പക്ഷെ ഇതിനകത്ത് 4.1 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്രൊലോജിക്കിലേക്ക് ഓഡിയോ കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റിങ്ങും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി നമുക്കൊരു 5.1 സറൗണ്ട് കിട്ടിയില്ലെങ്കിലും ഒരു 4.1 എന്നുള്ള ഒരു സറൗണ്ടിങ് ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സെൻട്രൽ ചാനൽ കട്ടാവും, ബാക്കി എല്ലാതും കറക്റ്റ് നമ്മുടെ പ്രൊലോജിക് മെത്തേഡിൽ വർക്കാവുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഔട്ട്പുട്ട് വരും. പിന്നെ ഇതിലൊരു ബ്ലൂടൂത്തിന് ഒരു ആൻറ്റിനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് ഒരു കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് മാർക്കറ്റിൽ കുറേ നാളായിട്ടുണ്ട് ഈ ബോർഡ് ഇറങ്ങിയിട്ട്. ഇതിൻ്റെ ഇപ്പോൾ 1-2 അപ്ഡേഷൻ കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു ഇതായിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് പുതിയ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യമാണ് പറയണത്. ഈ കിറ്റ് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടുണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ട് വരുന്നത്, ഇൻസൈഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം. ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ ഞാൻ ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത് ഒരു കസ്റ്റം ബിൽഡ് 7 ചാനൽ ആംപ്ലിഫയറാണ്. സോ ഇത് ചെയ്ത് തന്നിരിക്കുന്നത് എനിക്ക് ഡിജിറ്റൽ ഓഡിയോസ് മണ്ണുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. ഞാൻ ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാണെങ്കിൽ ഞാനൊരു 8 to 10 years ആയിട്ട് ഞാൻ ഈ ഒരു അസംബിൾഡ് ആംപ്ലിഫയറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് AVR-നോട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് AVR-ൽ നിന്ന് അത്രയും, കാരണം നമ്മുടെ ലിമിറ്റ്സ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടൊന്നും വരില്ല. അവരൊരു ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ നമുക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വല്ലത് ആഡ് ചെയ്യണം. പക്ഷെ കസ്റ്റമൈസേഷൻ, അതായത് അസംബിളിൽ നമുക്ക് കസ്റ്റമൈസേഷനിൽ നമുക്ക് നമ്മുടെ ലിമിറ്റ്സ് താണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ അതാണ് ഞാനിത് പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഇതിപ്പോൾ ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാ അസംബിൾഡ് ആംപ്ലിഫയറിനെ പോലെയല്ല എനിക്ക് ഈ ഒരു ആംപ്ലിഫയർ ചെയ്ത് തന്നിട്ടുള്ളത്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ബേസിക്സ് നോക്കിയിട്ടാണ് ഞാൻ ഈ പുള്ളിക്കാരനായിട്ട് ടൈപ്പ് ചെയ്ത് ആളെനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആംപ്ലിഫയേഴ്സാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. കാരണം എല്ലാ ആംപ്ലിഫയേഴ്സും ഞാൻ യൂസ് ചെയ്തതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹമ്മിങ്ങോ അല്ലെങ്കിൽ ഹിസ് നോയ്സോ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് 1% വരാറുണ്ട്. ബട്ട് ഈ ചെയ്ത് തന്നിട്ടുള്ള ആംപ്ലിഫയറിൽ 0 ടോളറൻസ്, അതായത് 0 ഹമ്മിങ് ആണുള്ളത്, അതുപോലെ ഹിസ്സും ആണുള്ളത്. കാരണം അതെടുത്ത് പറയേണ്ട ഒരു കാര്യം, കാരണം അത് ഒരു അസംബിൾഡ് ആംപ്ലിഫയറിൽ അത്രയും ഡീറ്റെയിൽ ഹമ്മിങ് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതൊരു വലിയ എഫേർട്ടാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ്, ഹൈലി റെക്കമെൻഡഡ്. അതായത് ഇവിടുന്ന് നിങ്ങൾക്ക്, അതായത് ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ, അതായത് പ്രൈസിനനുസരിച്ച് വേർത്തുള്ള പ്രോഡക്റ്റാണ് പുള്ളിക്കാരൻ ഡെലിവറി. വൺ ഓഫ് ദ മോസ്റ്റ് തിങ് എന്ന് വെച്ചാൽ സർവീസ്. ഇതിൽ ഞാൻ എന്താ പറയുക, സർവീസിൻ്റെ കാര്യം ആള് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഞാൻ റിവ്യൂ സാമ്പിൾസ്, അതായത് സോങ്സിൻ്റെ സാമ്പിൾസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണ്, ഇൻട്രസ്റ്റഡ് ആണ് ഞാനൊരു മ്യൂസിക്കിൽ. സോ അപ്പോൾ എനിക്ക് അതേ ഡെപ്തിൽ തന്നെ വേണം, എനിക്ക് അതേ ഒരു ക്രിസ്പിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയറിലോട്ട് ഇറങ്ങി. ബട്ട് അതിൽ ഞാൻ 100% ഹാപ്പിയാണ്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഡിജിറ്റൽ ഓഡിയോസ്. അത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയണം. താങ്ക് യു സോ മച്ച് ഡിജിറ്റൽ ഓഡിയോസ് ഫോർ ദിസ് വണ്ടർഫുൾ ആൻഡ് സ്റ്റണ്ണിങ് ആംപ്ലിഫയർ തന്നതിൽ.
Bye.